ആയിക്കോട്ടെ. അപ്പം ഇന്ന് നമ്മളൊരു സോപ്പാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പം അതിന് ഞാൻ സാധാരണ ഗ്ലിസറിൻ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ ആണ് കേട്ടോ. ഇതെൻ്റെ ഇത് പഴയതിരുന്നതാണ്. അപ്പം ഞാനൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിത് നുറുക്കിയിട്ട് വരാവേ. അപ്പം നമ്മളിത് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഡബിൾ ബോയിലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. പയ്യെ മെൽറ്റായി വന്നു തുടങ്ങി. പെട്ടെന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഫ്ലോഗ് വന്ന് ക്യാമറയിൽ കാണാൻ പറ്റണ്ടേ. മെൽറ്റാക്കി കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം. ഗ്ലിസറിനും അതിൻ്റെ കൂടെ ഒരു ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ഒരെണ്ണം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു ഇത്തിരി അതുകൊണ്ട് ഒരെണ്ണം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് വരാതെ ഇപ്പോൾ ഇത്തിരി ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ഗോഡ് മിൽക്കിൻ്റെ പെട്ടെന്ന് ഇതാവുകയെ കട്ടയാവും കേട്ടോ. സ്പൂണേലൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാനത് അതിനകത്ത് നിന്ന് എടുത്തപ്പോഴേക്കും നമുക്ക് ഇതോടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കിയത് എല്ലായിടത്തും ആക്കാം. ഇത് നമ്മുടെ കുട്ടിക്കൂറയുടെ സ്മെല്ലാണ് കേട്ടോ. പുതിയത് വാങ്ങിച്ചാണ്. അപ്പം അതാണ് ഞാൻ ഒഴിക്കാൻ പോണേ കേട്ടോ. ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോവേ. അപ്പോൾ അതേ നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര കേട്ടോ ഞാൻ ഒഴിക്കണുള്ളൂ. നമ്മളൊരു പരീക്ഷണം നടത്തണേ. എന്താവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിത് ഇത്രയേരോളം ഒഴിക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെറ്റാവട്ടെ. സെറ്റായി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഒഴിക്കാവേ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കത് അതിനകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മെൽറ്റായി വരട്ടെ. ഇപ്പം ഞാനൊരു 1/2 കിലോയാണ് ഇട്ട് എടുത്തേക്കണേ. 1/2 കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കണക്കൊന്നും അല്ല. പക്ഷേ ത്രാസില്ലാത്തതുകൊണ്ട് 1 കിലോയുടെ പകുതി എടുത്തിട്ടുണ്ട്. 1 കിലോയുടെ പകുതി 1/2 കിലോയാണല്ലോ. അങ്ങനെയാണ് ഞാൻ 1/2 കിലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. നമ്മളത് കുഞ്ഞുനാന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇത്തിരി ഇതായതുകൊണ്ട് മെൽറ്റായി വരാൻ ഇത്തിരി പാടായിരിക്കും. പിന്നെ ഞാൻ ഇതുവരെ മേടിച്ചേക്കണേ ഇതിൽ ഏറ്റവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഇതാണ്. ഞാൻ നേരത്തെ കുറേ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് രേഷ്മ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇത് ഓൺലൈനിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ഇത് എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബേസ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്കത് മെൽറ്റായി കഴിഞ്ഞ് നോക്കാവേ. അതെ, അപ്പം നമ്മുടെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിനകത്തോട്ട് ഇത് മഞ്ചിഷ്ടയുടെ സോപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഇതേ മഞ്ചിഷ്ടയുടെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളതിനെ നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇളക്കി കുറച്ച് 1 സ്പൂൺ ഇട്ടിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് വേണം അടുത്ത സ്പൂൺ ഇടാൻ. അല്ലെങ്കിൽ ഈ പൊടി ആയതുകൊണ്ട് കട്ടയായിട്ട് വരുവേ. നമ്മൾ ശരിക്കും അരിയിപ്പിച്ച് കൊടുത്തിട്ട് വേണം അടുത്ത സ്പൂൺ ഇടാനായിട്ട്. നല്ലൊരു കളറാണ്. മഞ്ചിഷ്ട പൗഡർ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റ ഇതായിട്ട് കൊണ്ട് കുത്തി ഇടരുത്. ഇങ്ങനെ
എല്ലായിടത്തും ഇങ്ങനെ ആവാൻ പാകത്തിനുള്ള എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവേ, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഞാൻ 4 എണ്ണം ഇടണുണ്ട് കേട്ടോ. അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വരാവേ. നമ്മളതിനകത്തോട്ട് സ്മെല്ല് ഒഴിച്ചു കൊടുക്കാൻ പോകണേ. ഒരു സ്പൂണാണ് കേട്ടോ ഒഴിക്കണത്. നമ്മൾ കുട്ടിക്കൂറ തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. 1 സ്പൂൺ ഒഴിക്കണുണ്ടേ. നമ്മളത് അടുപ്പ് ഓഫ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവേ. അപ്പം നമ്മളത് ഓഫ് ചെയ്തു. 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡൈക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മളത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. നമ്മളത് ഒഴിച്ചു കൊടുക്കുവാണേ. അവൻ്റെ കൊടുക്കണം. നമ്മൾ വേറെ ഡൈയിൽ ഒഴിച്ചു. ഫ്ലവറിനകത്ത് ഒഴിക്കും. ഫ്ലവറിൽ അതല്ല, ആ റോസാപ്പൂവിൻ്റെ ഫ്ലവർ പാട പോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സോപ്പ് എടുക്കാൻ പോവാണ് അതിനകത്ത്. അടിപൊളിയായിട്ട് കിട്ടിയകളാട്ടോ. എന്ത് രസമാണെന്നൊക്കെ. നല്ല കളറാണ് അതിൻ്റെ കളർ. നല്ല രസമാട്ടോ അതിൻ്റെ കളറ്. എടുത്തെടുക്കാണ്. എന്ത് രസമാണെന്നൊക്കെ. നല്ലൊരു കളറ്. നല്ല ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിന്റെ കളറ് അല്ലേ? നല്ല രസാ. എന്ത് ഭംഗിയാതൊക്കെ. ഓ സൂപ്പർ. നല്ല രസമുണ്ടേ. ആ ഫ്ലവർ, അയ്യോ എന്ത് രസ. നല്ല രസമുണ്ട്. നല്ല കളറാണ് കേട്ടോ. എന്ത് രസാതൊക്കെ. നല്ല രസമുണ്ട്. ഞാൻ അടുത്തത് വേറെ ഉണ്ട്. ഇതാണ് അടിപൊളി. ഡബിൾ ടക്കർ. നമ്മുടെ ഡബിൾ ടക്കർ കേടാ. ഒരു സോപ്പിൽ തന്നെ 2 എണ്ണം. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ആദ്യമായിട്ട് ചെയ്യണേ കേട്ടോ. എന്താവും തേക്കും എന്താവും എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമുണ്ട്. കണ്ടോ അതിൻ്റെ പകുതി നമ്മൾ പകുതിയിൽ വേറെ കളറ്. ഞാൻ വൈറ്റാക്കി തന്നെ ഒഴിച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത്തിരി ഇതൊക്കെ ഉണ്ട്. നമ്മൾ ചീകി കളയണം കേട്ടോ. അടുത്തത് എന്ത് രസമാണെന്ന് നോക്കിയത്. കണ്ട നല്ല രസമാണ്. നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. 2 ഇതായിട്ട് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളത് വെറുതെ ഒരു ഇത് തോന്നി ചെയ്തതാണ്. ഇത് ഇത്രയും ഇതിൻ്റെ കളർ കണ്ടത് നല്ല രസമല്ലേ. എന്ത് രസമാണ് ഇത്. ഇത്രയും കളർ തന്നെയാണോ ഇതിന്? ഇത് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ഇതും കൊണ്ടാണ് ചെയ്തേക്കണേ. ആ ഒരു ഇത് മാത്രം, അത്രയും ഭാഗം മാത്രം വേണ്ട. എനിക്ക് എന്ത് രസമാണെന്ന് നോക്കി. കണ്ടോ ഒറ്റ കളർ വരുന്നേക്കാട്ടിൽ ഉണ്ടോ അടിപൊളി. എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്ത് രസമാണ് ഇത്. ആഹാ നല്ല പൂക്കളം പോലെ അല്ലേ. നല്ല രസമുണ്ട്. ഇതേ കണ്ട എന്ത് രസമാണ് എനിക്ക് കാണാനായിട്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ എനിക്കിങ്ങനെ എടുത്ത് തിന്നാൻ തോന്നുകയാണ്. ഇത് ചോക്ലേറ്റിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നു. ഇത് നല്ല രസം ഉണ്ടോ. ഭയങ്കര രസമാണ്. ഇത് കട്ടി കുറച്ചാട്ടോ നമ്മൾ ഒഴിച്ച്. ഇത്തിരി കട്ടിയുള്ളേ.
നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടോ ഫ്ലവറൊക്കെ നല്ല അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ എന്ത് രസമായിട്ടാണ് കിട്ടിയിരിക്കണത് നോക്കി. ഉണ്ടോ റോസാപ്പൂവൊക്കെ കണ്ടോ ശരിക്കാതെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമാണ്. അതുപോലെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല രസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട പകുതി വേറെ ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ അങ്ങ് അത്ര കാണാൻ പറ്റാത്ത കേട്ടോ. എന്നാലും ഉണ്ടല്ലോ നല്ല രസമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സോപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം നമ്മളെ. ഇത്തിരി നാളെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓക്കെ. അയ്യോ ഇതേ അപ്പം നമ്മളത് പൊതിയാൻ പോവാണേ. സോപ്പ് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. ഇതതിൻ്റെ പതയാണ് കേട്ടോ. നമ്മൾ കോരിക്കളയാത്തത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കണേ. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനാണ്. ഇങ്ങനെ ഒരു കോൺ ആദ്യം മടക്കുക, അടുത്ത കോൺ ഇങ്ങനെ മടക്കുക. നന്നായിട്ട് വലിച്ച് മടക്കണം കേട്ടോ. ഇപ്പം മടക്കിയത് അത്ര വലിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതെ വേണ്ട, ഈ സൈഡ് നല്ലതായിട്ടിരിക്കണം, മറ്റേ സൈഡിലോട്ട് മടക്കണം. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും. ഓക്കെ. ഇത് മടക്കണത് നമ്മൾ ആദ്യം ഇങ്ങനെ സോപ്പ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു കോണിങ്ങനെ മടക്കുക, എന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വലിച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് അത് സോപ്പ് കൃത്യമായിട്ട് അതിങ്ങനെ മടങ്ങിയിരിക്കുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വെക്കണം. എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മടക്കണം. എന്നാലാണ് അത് നമുക്ക് കൃത്യമായിട്ട് ഇരിക്കുള്ളൂ. ഒരു സ്ഥലം ഇങ്ങനെ പൊങ്ങി ഒന്നും ഇരിക്കില്ല. കണ്ട നല്ല ഈ പേപ്പർ തന്നെയാണോ? ഈ പേപ്പർ സത്യത്തിൽ നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഇത് വേറൊരു സാധനം പൊതിച്ചുകൊണ്ട് വന്ന പേപ്പറാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് കാണിക്കുക. അതുകൊണ്ടാണ് ഇതിനൊരു പശയില്ലാത്തത്. മറ്റേ നമ്മൾ പൊതിഞ്ഞ അതിന് എടുക്കണതാണെങ്കിൽ നല്ല പശ ഉണ്ടാവും, നല്ല കൃത്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പൊതിയണത്. ഓക്കെ.